എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ 9-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ. യോഹന്നാൻ 9-ന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവനെന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെ ഉള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസത്തിൽ വളരുന്ന ഒരു മനുഷ്യൻ്റെ ക്രമാനുഗതമായ വളർച്ച. കുരുടൻ്റെ സൗഖ്യം വലിയ ജനശ്രദ്ധ ആകർഷിച്ച സംഭവമായിരുന്നു. അയൽക്കാർക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവര് ശൈശവം മുതൽ അവനെ അറിഞ്ഞവരാണ്. ഗണനീയനായ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും അവന് അംഗീകാരം കിട്ടിയിരുന്നില്ല. വഴിപോക്കരുടെ ദയയും നാണയത്തുട്ടുകളും പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു യാചകൻ എന്ന നിലയിൽ ഒരു വഴിയോര കാഴ്ച മാത്രമായിരുന്നു ആ മനുഷ്യൻ. ഒരുപക്ഷെ അയാളുടെ രോഗം ഒരു ദൈവശാസ്ത്ര വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടേക്കാം. അതിലപ്പുറം അയാൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് കരുതാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അയാളുടെ പ്രതികരണങ്ങളെ ജ്വലിപ്പിക്കുകയും ശ്രദ്ധേയമായ ചില ഉൾക്കാഴ്ചകൾ അയാൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിലൊന്ന്, അവിശ്വസനീയമായ സൗഖ്യത്താൽ ശ്രദ്ധേയനായ മനുഷ്യൻ ഇയാൾ തന്നെയാണോ എന്ന ചർച്ചയുണ്ടായപ്പോൾ അയാൾ അവരോട് പറയുന്നു, അത് ഞാൻ തന്നെയാണ്. ആയുസ്സിലാദ്യമായി അയാൾ ജീവിതത്തെ അല്ലെങ്കിൽ ആളത്വത്തെ ഉറപ്പിച്ച് പറയുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ സഹജീവിയായ മനുഷ്യരുടെ കണ്ണുകളിൽ നോക്കി തൻ്റെ ആളത്വത്തെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അപകർഷതയാൽ ബാധിതരായവരെ ദൈവമക്കളുടെ പദവി ഓർമ്മിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം. രണ്ടാമത്, അന്ധൻ എങ്ങനെയാണ് സൗഖ്യമായതെന്ന് അവർ അയാളെ ചോദ്യം ചെയ്തു. അയാൾക്കുണ്ടായ വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ച് വാചാലനായി സംസാരിച്ചു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല അയാളുടെ അനുഭവം. യേശുവിൻ്റെ ആളത്വത്തെക്കുറിച്ചോ ശിലോഹാം കുളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. വേദം പഠിക്കാത്ത ഒരു അന്ധയാചകൻ മാത്രമായിരുന്നു അയാൾ. എന്നാൽ തനിക്കുണ്ടായ വ്യക്തിപരമായ അനുഭവം അയാളുടെ ചിന്തയിൽ നിന്ന് മാറ്റാൻ കഴിയുമായിരുന്നില്ല. യേശു എന്ന മനുഷ്യൻ തനിക്ക് ചെയ്ത കാര്യം ഒരുപാട് അത്ഭുതത്തോടെ നോക്കിക്കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്തു. യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമുള്ള മനുഷ്യ സഹസ്രങ്ങളുടെ ധാരണകൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ മിഷൻ ഫീൽഡുകളിൽ ഉള്ള പുതിയ വിശ്വാസികളുടെ വിശ്വാസ അനുഭവങ്ങൾ പരമ്പരാഗത സമൂഹങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. അവരുടെ വിശ്വാസ അനുഭവങ്ങൾ പറയുമ്പോൾ അവരെ അനുവദിക്കേണ്ടത് അനിവാര്യമാണ്. ദൈവം ഓരോ മനുഷ്യൻ്റെയും നിലവാരമനുസരിച്ച് അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. മൂന്നാമത്, ഈ സംഭവത്തിൻ്റെ ഒരു വിരോധാഭാസം സൗഖ്യമായവൻ സൗഖ്യദായകനെ കണ്ടില്ല എന്നതാണ്. വിമർശകരും ചുറ്റുപാടും നിന്നവരും യേശുവിനെ പറ്റി അയാളോട് ചോദിച്ചു. അന്ധൻ യേശു എന്ന പേരിൽ ഒരാളെ അറിയും എന്ന് മാത്രം പറയുന്നു. യേശുവിൻ്റെ കാര്യപരിപാടികളോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു.
ആദ്യം അയാൾ യേശുവിനെ ഒരു മനുഷ്യനായി മാത്രം അറിഞ്ഞു. എന്നാൽ പിന്നീടുള്ള അയാളുടെ വാക്കുകളിൽ പ്രവാചകനായും അനുഗമിക്കാൻ യോഗ്യനായ ഗുരുവായും ദൈവത്തിൽ നിന്നും വന്നവനായും പാപമില്ലാത്തവനായൊക്കെ ഏറ്റുപറയുന്നത് വിശ്വാസത്തിലുള്ള ഒരാളിൻ്റെ ക്രമാനുഗതമായ വളർച്ചയുടെ അടയാളമാണ്. അയാളുടെ അന്ധതയിൽ നിന്നുള്ള സൗഖ്യം പൂർണ്ണമായത് യേശുവിനെ വിശ്വാസ തലത്തിൽ അനുഭവിച്ച് ദർശിക്കുമ്പോഴാണ്. ശാരീരികമായ സൗഖ്യങ്ങൾ പൂർണ്ണതയുള്ളതും തികവുള്ളതുമാകണമെങ്കിൽ അതിൻ്റെ തുടർച്ചയായുള്ള ആത്മീക കണ്ടെത്തലുകളും സംഭവിക്കണം. അപ്പോൾ നമ്മോട് സംവദിക്കുന്ന ചിന്ത സഹമനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കി തങ്ങളിലുള്ള ദൈവസ്വരൂപത്തെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ബന്ധനങ്ങൾ നമുക്കുണ്ടോ എന്നതാണ്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മെ സാക്ഷ്യ നിർവഹണങ്ങൾക്കായി ശക്തീകരിക്കുന്നു എന്ന തിരിച്ചറിവും അനിവാര്യമാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന് പഠിച്ച സൗഖ്യമായ അന്ധനായ മനുഷ്യനെ പോലെ വിശ്വാസത്തിൽ വളരാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ മറ്റുള്ളവർക്ക് കർത്താവിനെ അറിയാൻ കാരണമാവുന്നു. അതുകൊണ്ട് സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ കരുണയുള്ള ഞങ്ങളുടെ വെളിച്ചമായ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള അന്ധതകളെ അവിടുന്ന് മാറ്റി കൃത്യമായ പ്രകാശത്തിൻ്റെ വാഹകരായി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ വെളിച്ചത്തിൽ എല്ലാം വ്യക്തമായി കാണാനും വിശകലനം ചെയ്യാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുരുട്, അന്ധത, ഇരുട്ട് എല്ലാം മാറ്റണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ കരുണയിൽ ആശ്രയിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരും പുതിയ വർഷത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും വെളിച്ചവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.